Hi everyone. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ആണ്. ടെൻസിൻ്റെ ക്ലാസ്സുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനിടയിൽ വേറെ കുറേ വീഡിയോസ് വന്നു. സിമ്പിൾ പ്രസൻറ്റ് കണ്ടിന്യൂസ്, പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ്, അതുപോലെ തന്നെ പാസ്റ്റിലെ 2 ടെൻസുകൾ. ഈ ടെൻസിൻ്റെ ഒക്കെ ഒരുപാട് യൂസസ് നമ്മൾ പഠിച്ചു. നമ്മുടെ ക്ലാസ്സിൽ നമ്മൾ കൂടുതൽ പ്രാധാന്യം കൊടുത്ത് പഠിക്കുന്ന ഏരിയ എന്ന് പറഞ്ഞാൽ ഈ ടെൻസുകൾ ഉപയോഗിച്ചിട്ട് എങ്ങനെ സെൻറ്റൻസസ് കൺസ്ട്രക്റ്റ് ചെയ്യാം എന്നുള്ളതാണ്. കാരണം നമ്മുടെ ക്ലാസ്സിനൊക്കെ വരുന്ന ഒരുപാട് ആൾക്കാർക്ക്, വെൽ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഗ്രാമർ പോർഷൻസ് വളരെ നന്നായിട്ട് അറിയാം. പല സോഴ്സുകളിൽ നിന്നും ഗ്രാമർ പോർഷൻസ് പഠിച്ചിട്ടുള്ള ആൾക്കാരാണ്. പക്ഷേ അവയെ ഉപയോഗിച്ചിട്ട് സെൻറ്റൻസസ് കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. ടൈപ്സ് ഓഫ് സെൻറ്റൻസ്, ഓക്സിലറി, ടെൻസ്, റിപ്പോർട്ടഡ് സ്പീച്ച്, വോയിസ്, കണ്ടീഷണൽ ക്ലോസ്. ഇപ്പോൾ ഈ ഗ്രാമർ പോർഷൻസ് ഒക്കെ നമുക്ക് സെൻറ്റൻസസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കേണ്ടവയാണ്. പക്ഷേ പ്രാക്ടിക്കലി ഉപയോഗിക്കാൻ പറ്റണം. ഇപ്പോൾ നമ്മൾ നേറ്റീവ് സ്പീക്കേഴ്സിനോട് സംസാരിക്കുമ്പോൾ നമ്മൾ ഈ പറഞ്ഞ എല്ലാ ഗ്രാമർ പോർഷൻസും അവരുടെ സംസാരത്തിൽ വരുന്നുണ്ട്. പക്ഷേ ഇത് ഏത് ഗ്രാമർ പോർഷൻ ആണെന്ന് അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അവർ മറുപടി പറയണമെന്നില്ല. കാരണം അതിൻ്റെ പ്രാക്ടിക്കൽ പോർഷൻ മാത്രമേ അവർക്ക് അറിയത്തുള്ളൂ. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്ന ടോപ്പിക് എന്ന് പറഞ്ഞാൽ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ആണ്. പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിൻ്റെ ഫോർമുലേഷൻ. ഈ ഫോർമുലേഷൻ വളരെ സിമ്പിളാണ്. ഇതിൻ്റെ യൂസസ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കുന്നത് ഈ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിൻ്റെ 6 യൂസസ് ആണ്. ആദ്യം നമുക്ക് ഈ ടെൻസിൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണെന്ന് നോക്കാം. സബ്ജക്റ്റ് പ്ലസ് ഹാർഡ് പ്ലസ് V3 ഇതാണ് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിൻ്റെ സ്ട്രക്ചർ. സബ്ജക്റ്റ് പ്ലസ് ഹാർഡ് പ്ലസ് V3. ഇവിടെ സബ്ജക്റ്റ് പ്ലൂറൽ ആണെങ്കിലും സിംഗുലർ ആണെങ്കിലും ഒക്കെ ഓക്സിലറി വെർബ് ഹാർഡ് തന്നെയായിരിക്കും. പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസിനെ സംബന്ധിച്ച് പ്ലൂറൽ ആണെങ്കിൽ ഹാവ്, സിംഗുലർ ആണെങ്കിൽ ഹാസ്, ഇങ്ങനെയൊക്കെ നമ്മൾ പഠിച്ചു. പക്ഷേ ഈ ടെൻസിനെ സംബന്ധിച്ച് സബ്ജക്റ്റ് ഏതാണെങ്കിലും ഹാർഡ് ഉപയോഗിക്കണം. അതുപോലെ തന്നെ വെർബിൻ്റെ മൂന്നാമത്തെ ഫോം. അപ്പോൾ സബ്ജക്റ്റ് പ്ലസ് ഹാർഡ് പ്ലസ് V3 ഇതാണ് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിൻ്റെ സ്ട്രക്ചർ. ദേ ഹാഡ് ഗോൺ, സബ്ജക്റ്റ് വന്നു, ഹാഡ് വന്നു, വെർബിൻ്റെ മൂന്നാമത്തെ ഫോം വന്നു. ദേ ഹാഡ് ഗോൺ. അതിന് നെഗറ്റീവ് ദേ ഹാഡ് നോട്ട് ഗോൺ. ഹാഡിൻ്റെ കൂടെ നോട്ടൂടെ ചേർക്കുന്നു. ഉണ്ടോ? ദേ ഹാഡ് ഗോൺ, ദേ ഹാഡ് നോട്ട് ഗോൺ. അപ്പോൾ സ്ട്രക്ചർ നമ്മൾ പഠിച്ചു. സബ്ജക്റ്റ് പ്ലസ് ഹാർഡ് പ്ലസ് V3. പ്ലൂറൽ ആണെങ്കിലും സിംഗുലർ ആണെങ്കിലും ഒക്കെ ഹാർഡ് എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഇവിടെ പ്ലൂറലാണ്, ഹാർഡ് വന്നു. ഇനി അഥവാ സിംഗുലർ ആണെങ്കിലും ഹാർഡേ വരത്തുള്ളൂ. ദേ ഹാഡ് ഗോൺ, ദേ ഹാഡ് നോട്ട് ഗോൺ വരും. ഇനി അതിൻ്റെ ക്വസ്റ്റ്യൻ കൺസ്ട്രക്റ്റ് ചെയ്യാൻ ഈ ഹാർഡ് അങ്ങ് ആദ്യം കൊണ്ടുവന്നാൽ മതി. ദേ ഹാഡ് ഗോൺ, ഹാഡ് ദേ ഗോൺ. നെഗറ്റീവ് ക്വസ്റ്റ്യൻ ആണെങ്കിൽ ദേ ഹാഡ് നോട്ട് ഗോൺ, ഹാർഡും നോട്ടും കൂടെ ആദ്യം കൊണ്ടുവരാം. ഹാഡ് നോട്ട് ദേ ഗോൺ വരും. ഉണ്ടോ? അപ്പോൾ ദേ ഹാഡ് ഗോൺ, ദേ ഹാഡ് നോട്ട് ഗോൺ, ഹാഡ് ദേ ഗോൺ, ഹാഡ് നോട്ട് ദേ ഗോൺ. ഇനി നമുക്ക് ഇതിൻ്റെ ഉപയോഗങ്ങൾ നോക്കാം. ആൻ ആക്ഷൻ ദാറ്റ് ഹാപ്പൻ ബിഫോർ എ പാസ്റ്റ് ഇവൻറ്റ്. അതായത് പാസ്റ്റിലെ ഒരു പ്രവൃത്തിക്ക് മുമ്പ് നടന്ന മറ്റൊരു കാര്യത്തെ കാണിക്കാൻ വേണ്ടിയിട്ട് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ഉപയോഗിക്കാം. ബിഫോർ യു കോൾഡ് മീ, നിങ്ങൾ എന്നെ വിളിക്കുന്നതിന് മുമ്പ്. ഐ ഹാഡ് കോൾ യു. എന്താ? ഐ ഹാഡ് കോൾ യു. ഇവിടെ 2 കാര്യങ്ങൾ പറയുന്നു. ഒന്ന്, ബിഫോർ യു കോൾ മീ എന്നുള്ളതൊരു പാസ്റ്റ് ടെൻസ് ആണല്ലോ. നിങ്ങൾ എന്നെ വിളിക്കുന്നതിന് മുമ്പ് ഞാൻ നിങ്ങളെ വിളിച്ചിരുന്നു. അതുപോലെ തന്നെ ബിഫോർ യു കോൺടാക്റ്റഡ് മീ ഐ ഹാഡ് ടേക്കൻ ടിക്കറ്റ് ഫോർ യു. കണ്ടോ? ഈ സെൻറ്റൻസ് നോക്കിയേ. ബിഫോർ യു കോൺടാക്റ്റഡ് മീ ഐ ഹാഡ് ടേക്കൻ ടിക്കറ്റ് ഫോർ യു. കണ്ടോ? ഒന്ന് സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണ്. ബിഫോർ യു കോൺടാക്റ്റഡ് മീ. കണ്ടോ? നിങ്ങൾ എന്നെ കോൺടാക്റ്റ് ചെയ്തു. ആ കോൺടാക്റ്റ് ചെയ്യുന്നതിന് മുമ്പുള്ള കാര്യത്തെക്കുറിച്ചാണ് പറയുന്നത്. നിങ്ങൾ എന്നെ കോൺടാക്റ്റ് ചെയ്യുന്നതിന് മുൻപ് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ടിക്കറ്റ് എടുത്തിരുന്നു. കണ്ടോ? വെൻ ഐ കെയിം ടു യുവർ ഹൗസ് യു ഹാഡ് സ്ലെപ്റ്റ്. കണ്ടോ? ഞാൻ നിങ്ങളുടെ വീട്ടിലെത്തിയപ്പോൾ നിങ്ങൾ ഉറങ്ങിയിരുന്നു. അതുപോലെ തന്നെ ഈവൻ ഇഫ് ഐ കെയിം ടു യുവർ ഹൗസ് ടു സീ യു. കണ്ടോ? നിങ്ങളെ കാണാനായിട്ട് ഞാൻ നിങ്ങളുടെ വീട്ടിൽ വന്നെങ്കിൽ പോലും ഈവൻ ഇഫ് ഐ കെയിം ടു യുവർ ഹൗസ് ടു സീ യു എന്ത് പറ്റി? യു ഹാഡ് ഗോൺ ഫ്രം ദെയർ. നിങ്ങൾ അവിടെ നിന്നും പോയിരുന്നു. കണ്ടോ? അവിടെ പാസ്റ്റ് പെർഫെക്റ്റ് ആണ്. ഈവൻ ഇഫ് ഐ കെയിം ടു യുവർ ഹൗസ് ടു സീ യു എന്ന് പറയുമ്പോൾ അത് സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണ്. പിന്നെ പറയുന്നത് എന്താ? യു ഹാഡ് ഗോൺ ഫ്രം ദെയർ. നിങ്ങൾ അവിടെ നിന്നും പോയി കഴിഞ്ഞിരുന്നു. അത് അതിന് മുമ്പുള്ളൊരു കാര്യമാണ്. അപ്പോൾ അതാണ് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിൻ്റെ ഒരു യൂസ്. ആൻ ആക്ഷൻ ദാറ്റ് ഹാപ്പൻ ബിഫോർ എ പാസ്റ്റ് ഇവൻറ്റ്. പാസ്റ്റിലെ ഒരു പ്രവൃത്തിക്ക് മുമ്പ് നടന്ന ഒരു പ്രവൃത്തിയെ കാണിക്കാനായിട്ട് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ഉപയോഗിക്കാം. ഡ്യൂറേഷൻ ഓഫ് നോൺ കണ്ടിന്യൂസ് verbs in the past. Past perfect tense in the
ഒരു യൂസാണിത്. ഇവിടെ ബിഫോർ യു ടുക്ക് മൈ പെൻ കണ്ടോ, ബിഫോർ യു ടുക്ക് മൈ പെൻ, നിങ്ങൾ എൻ്റെ പേന എടുക്കുന്നതിന് മുൻപ് ഐ ഹാഡ് ഇറ്റ് ഫോർ 5 years കണ്ടോ, 5 വർഷം എനിക്ക് എൻ്റെ കയ്യിൽ ആ പേന ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ എനിക്ക് ആ പേന ഉണ്ടായിരുന്നു എന്നുള്ള അർത്ഥം വരും. ബിഫോർ ഷീ സ്റ്റാർട്ടഡ് ലവിങ് മീ ഐ ഹാഡ് ലവ്ഡ് ഹെർ ഫോർ മെനി ഇയേഴ്സ്. ഇവിടെ നോക്കിയേ, ബിഫോർ ഷീ സ്റ്റാർട്ടഡ് ലവിങ് മീ എന്ന് പറയുമ്പോൾ സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണ്. ബിഫോർ ഷീ സ്റ്റാർട്ടഡ് ലവിങ് മീ ഐ ഹാഡ് ലവ്ഡ് ഹെർ ഫോർ മെനി ഇയേഴ്സ്, ഞാൻ ഒരുപാട് വർഷം അവളെ സ്നേഹിച്ചിരുന്നു. കണ്ടോ, ഇവിടെ ലവ് എന്ന് പറയുന്നത് ഒരു നോൺ കണ്ടിന്യൂസ് വെർബാണ്. എ വിഷ് ഫോർ ദ പാസ്റ്റ്, അതായത് കഴിഞ്ഞുപോയ കാലത്തെക്കുറിച്ചുള്ള ആഗ്രഹങ്ങളെ കാണിക്കാനായിട്ട് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ഉപയോഗിക്കാം. ഇപ്പോൾ ഐ വിഷ് ഐ ഹാഡ് മെറ്റ് ഹിം അറ്റ് ദി റെയിൽവേ സ്റ്റേഷൻ കണ്ടോ, റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് ഞാൻ അവനെ കണ്ടിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഐ വിഷ് വി ഹാഡ് ബിക്കം ഫ്രണ്ട്സ്. ദ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് വിത്ത് ജസ്റ്റ്, പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിൻ്റെ ഒരു യൂസാണിത്. അതായത് പാസ്റ്റിലെ ഒരു പ്രവൃത്തിക്ക് തൊട്ട് മുമ്പ് മറ്റൊരു പ്രവൃത്തി നടന്നിട്ടുണ്ടായിരുന്നതേ ഉള്ളൂ എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ഉപയോഗിക്കാം. ഇപ്പോൾ വെൻ ഐ റീച്ച് ടു ദി റെയിൽവേ സ്റ്റേഷൻ മൈ ട്രെയിൻ ഹാഡ് ജസ്റ്റ് ഗോൺ കണ്ടോ, ഞാൻ റെയിൽവേ സ്റ്റേഷനിലെത്തിയപ്പോൾ എൻ്റെ ട്രെയിൻ പോയിട്ടുണ്ടായിരുന്നതേ ഉള്ളൂ. അതായത് ആ പ്രവൃത്തിക്ക് തൊട്ട് മുമ്പ് ഒരു പ്രവൃത്തി നടന്നിട്ടുണ്ടായിരുന്നതേ ഉള്ളൂ എന്ന് കാണിക്കാൻ. അതുപോലെ തന്നെ വെൻ ഹി കെയിം ടു മൈ ഹോം ടു സീ മീ ഐ ഹാഡ് ജസ്റ്റ് സ്ലെപ്റ്റ് കണ്ടോ, അവൻ എന്നെ കാണാനായിട്ട് എൻ്റെ വീട്ടിൽ വന്നപ്പോൾ ഞാൻ ഉറങ്ങിയിട്ടുണ്ടായിരുന്നതേ ഉള്ളൂ. അതായത് അവൻ വരുന്നതിന് തൊട്ട് മുമ്പ് ഉറങ്ങിയിട്ടുണ്ടായിരുന്നതേ ഉള്ളൂ എന്നർത്ഥം വരും. അൺഫുൾഫിൽഡ് കണ്ടീഷണൽ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിൻ്റെ ഒരു യൂസാണ്. ഈഫ് ക്ലോസിൽ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ഉപയോഗിക്കണം. അതുപോലെ തന്നെ മെയിൻ ക്ലോസിൽ വുഡ് ഹാവ്, കുഡ് ഹാവ്, മൈറ്റ് ഹാവ് പ്ലസ് E3 ഒക്കെ ഉപയോഗിക്കാം. അപ്പോൾ അൺഫുൾഫിൽഡ് കണ്ടീഷണലിൽ നമ്മൾ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ഉപയോഗിക്കും. ഒരു പ്രവൃത്തി അങ്ങനെ ആയിരുന്നെങ്കിൽ അതിൻ്റെ റിസൾട്ട് ഇങ്ങനെയാകുമായിരുന്നു എന്ന് കാണിക്കുന്നതാണ് അൺഫുൾഫിൽഡ് കണ്ടീഷണൽ. ഇഫ് യു ഹാഡ് കം, നിങ്ങൾ വന്നിരുന്നുവെങ്കിൽ യു കുഡ് ഹാവ് സീൻ ഹിം, നിങ്ങൾക്ക് അദ്ദേഹത്തെ കാണാമായിരുന്നു. ഇഫ് യു ഹാഡ് കം യു കുഡ് ഹാവ് സീൻ ഹിം, നിങ്ങൾ വന്നിരുന്നുവെങ്കിൽ നിങ്ങൾക്ക് അദ്ദേഹത്തെ കാണാമായിരുന്നു, അല്ലെങ്കിൽ നിങ്ങൾക്ക് അദ്ദേഹത്തെ കാണാൻ കഴിയുമായിരുന്നു. നിങ്ങൾ എന്നെ വിളിച്ചിരുന്നെങ്കിൽ ഞാൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് വരുമായിരുന്നു. If you had called me, I would have come to the railway station. An action that happened in the past and was important at a later time in the past. Past perfect tenseൻ്റെ ഒരു യൂസാണിത്. അതായത് പാസ്റ്റിൽ നടന്ന ഒരു കാര്യം പാസ്റ്റിൽ പിന്നീട് ഒരു ടൈമിൽ ഇമ്പോർട്ടൻ്റ് ആയിരുന്നെങ്കിൽ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ഉപയോഗിക്കാം. അതായത് പാസ്റ്റിൽ നടന്ന ഒരു പ്രവൃത്തി പാസ്റ്റിൽ തന്നെ പിന്നീട് നടന്ന ഒരു പ്രവൃത്തിയുടെ സമയത്ത് ഇമ്പോർട്ടൻ്റ് ആയിരുന്നെങ്കിൽ നമുക്ക് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ഉപയോഗിക്കാം. ഇപ്പോൾ ഷീ ഡിഡ് നോട്ട് ഹാവ് ഫുഡ്, ഷീ ഡിഡ് നോട്ട് ഹാവ് ഫുഡ് ബിക്കോസ് ഹെർ മദർ ഹാഡ് ഗോൺ ഔട്ട്. അവൾ ഭക്ഷണം കഴിച്ചില്ല, അതിന് കാരണം അവളുടെ അമ്മ പുറത്തു പോയിരിക്കുകയായിരുന്നു. അപ്പോൾ അവളുടെ അമ്മ പുറത്തു പോയി എന്നുള്ളതാണ് ആദ്യം നടന്ന പ്രവൃത്തി. ആ പ്രവൃത്തിയുടെ ഫലമായിട്ടാണ് അവൾ ഭക്ഷണം കഴിക്കാതിരുന്നത്.